വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ജനം കേൾക്കെ തന്റെ വചനമൊക്കെയും പറഞ്ഞ് തീർന്ന ശേഷം അവൻ കഫർന്നഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവനോട് താൽപര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി. വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യന് എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. 6-ാം അധ്യായത്തിന്റെ അവസാനം വരെ യേശു ജനത്തെ പഠിപ്പിക്കുകയായിരുന്നു. ജനം കേൾക്കെ തന്റെ വചനമൊക്കെയും പറഞ്ഞ് തീർന്ന ശേഷം അവൻ കഫർന്നഹൂമിൽ വന്നു എന്നാണ് 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്തായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്? ഗിരിപ്രഭാഷണം എന്ന് മത്തായി സുവിശേഷത്തിൽ വായിക്കുന്ന ഭാഗമാണ് ലൂക്കോസ് ഈ അധ്യായങ്ങളിൽ എഴുതിയിരുന്നത്. 6-ാം അധ്യായത്തിന്റെ അവസാനം കർത്താവ് പറഞ്ഞത് തന്റെ വചനം കേട്ട് ചെയ്യുന്നവരും ചെയ്യാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ്. താൻ അതൊരു ഉപമയിലൂടെയാണ് പറഞ്ഞത്. എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമുള്ള വീട് പണിയുന്നവനോട് തുല്യൻ. എൻ്റെ പഠിപ്പിക്കലുകളൊക്കെ കേട്ടിട്ട് ഒന്നും ചെയ്യാത്തവൻ, അടിസ്ഥാനമില്ലാത്തവൻ, ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ അവൻ്റെ വീട് മറിഞ്ഞു പോകും, ബുദ്ധിയില്ലാത്തവൻ എന്നാണ് യേശു പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? തൻ്റെ പഠിപ്പിക്കലുകൾ കേട്ട് അത് നല്ലതാണ് എന്ന് പറയുന്ന അനേക ആളുകളുണ്ട്. അവരെക്കുറിച്ച് യേശു പറയുന്നത് അവർ വിഡ്ഢികളാണ്. അടിസ്ഥാനമില്ലാതെ വീട് പണിയുന്ന വിഡ്ഢിയെ പോലെയാണ് അവർ. അവർ എൻ്റെ പഠിപ്പിക്കലുകൾ കേട്ടിട്ട് നല്ലതാണെന്ന് പറയും, പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കില്ല. കർത്താവ് മറ്റൊരു കാര്യം കൂടി 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു. എന്നെ നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. വാക്കുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് വിളിക്കുകയും താൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ അവരും വിഡ്ഢികളാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഗ്രഹം ഉണ്ടാകുകയില്ല എന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. ഇതൊക്കെ ജനങ്ങൾ കേട്ടു. അതിനുശേഷം താൻ കഫർന്നഹൂമിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രത്യേക സംഭവമാണ് നാം ഇവിടെ വായിച്ചത്. ഈ സംഭവത്തിൽ കർത്താവ് ആശ്ചര്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. നാം സാധാരണ പറയാറുണ്ടല്ലോ, ദൈവത്തിന് അപകടമൊന്നുമില്ല, ആക്സിഡൻസ് ഒന്നുമില്ല. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാം. ദൈവം ഒരു കാര്യവും കണ്ട് അമ്പരന്ന് പോകുകയില്ല എന്ന്. എന്നാൽ ഇവിടെ യേശു ആശ്ചര്യപ്പെട്ടു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വേറെ ചിലയിടത്ത് യേശു ആളുകളുടെ അവിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു വ്യക്തിയുടെ വിശ്വാസം കണ്ടിട്ട് യേശു ആശ്ചര്യപ്പെടുകയാണ്. ഇങ്ങനെയൊരു വിശ്വാസം ഇസ്രായേലിൽ കൂടി കണ്ടിട്ടില്ല എന്നും താൻ പറഞ്ഞു. എന്തായിരുന്നു ആ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. കഫർന്നഹൂമിൽ ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പട്ടാള ഓഫീസറാണ്. 100 പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നു. അധികാരമുള്ള ധനികനായ ഒരു വ്യക്തിയാണ് ശതാധിപൻ. നാം അപ്പോസ്തല പ്രവൃത്തികളിൽ കൊർന്നേലിയസ് എന്നൊരു ശതാധിപനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അദ്ദേഹം
ധനികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആളുകളെയൊക്കെ കൈക്കൊള്ളാൻ മാത്രം സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ശതാധിപനും ധനികനായിരുന്നു. ഒരു വലിയ വീടുണ്ടായിരുന്നു, ദാസന്മാരുണ്ടായിരുന്നു. പണം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യഹൂദന്മാരുടെ മൂപ്പന്മാർ പറയുന്നത്, അവൻ ഞങ്ങൾക്കൊരു പള്ളി പണിയിച്ചു തന്നിരിക്കുന്നു. ഒരു വീട് വെച്ച് കൊടുക്കുകയല്ല, മറിച്ച് ഒരു പള്ളി പണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു ഈ ധനികൻ ആയ ശതാധിപൻ. ആ ശതാധിപന് പ്രിയനായ ഒരു ദാസൻ രോഗം പിടിച്ച് മരിക്കാറായിരിക്കുന്നു. ശതാധിപൻ യഹൂദനല്ല, ജാതീയനാണ്. അയാൾക്കൊരസുഖം വന്ന് മരിക്കാറായി കിടക്കുന്നു എന്നല്ല പറയുന്നത്, മറിച്ച് അയാൾക്ക് വളരെ സ്നേഹമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദാസൻ, ഒരു അടിമയായിരുന്നിരിക്കാം, അവന് രോഗം വന്ന് മരിക്കാറായിരിക്കുന്നു. ഈ അടിമയെ രക്ഷിക്കണമെന്ന് ശതാധിപന് തോന്നിയിട്ട് ശതാധിപൻ യഹൂദ മൂപ്പന്മാരുടെ അടുക്കൽ വരികയാണ്. യേശുവിനെക്കുറിച്ച് ശതാധിപൻ കേട്ടു. രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ള അത്ഭുത സിദ്ധിയുള്ള ഒരു റാബായി യഹൂദിയിൽ ഉണ്ടെന്ന് താൻ കേട്ടു. എന്നാൽ ഒരു യഹൂദൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യം പോരാ. കാരണം യഹൂദന്മാർ എത്ര പണമുള്ള ആളാണെങ്കിലും യഹൂദനല്ലാത്തവനെ പുറജാതി നായ എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം യഹൂദ മൂപ്പന്മാരുടെ അടുക്കൽ വന്ന് സംസാരിച്ചു. അതിന് മറ്റൊരു കാരണം, യഹൂദ മത നേതാക്കളുമായി അദ്ദേഹത്തിനൊരു നല്ല ബന്ധമുണ്ടായിരുന്നു. താനൊരു യഹൂദനല്ലായിരുന്നു എങ്കിലും യഹൂദ മതാനുസാരിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. യഹൂദ മതത്തോടും യഹൂദന്മാരുടെ ദൈവത്തോടും തനിക്ക് ബഹുമാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ താൻ അവർക്ക് ഒരു പള്ളി പണിയിച്ചു കൊടുത്തത്. മാത്രമല്ല, യഹൂദ മൂപ്പന്മാർ തന്നെ യേശുവിനോട് പറഞ്ഞു, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നുവെന്ന്. യഹൂദന്മാരെ സ്നേഹിക്കുന്ന ഒരു ശതാധിപൻ താൻ വന്ന് ഈ ആഗ്രഹം യഹൂദ മൂപ്പന്മാരോട് പറഞ്ഞപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യഹൂദ മൂപ്പന്മാർ അവർ യേശുവിനെ അംഗീകരിച്ചോ ഇല്ലയോ എന്ന കാര്യം ഇവിടെ നിന്ന് വ്യക്തമല്ല. എന്നാൽ ഒരു രാജ്യമെന്ന നിലയിൽ യഹൂദന്മാർ യേശുവിനെ തിരസ്കരിച്ചു എന്ന് നമുക്കറിയാം. അവർ അവനെ മശീഹയായിട്ടോ ഒരു പ്രവാചകനായിട്ട് പോലുമോ കൈക്കൊണ്ടില്ല. ആരെങ്കിലും യേശുവിനെ മിശിഹ എന്ന് പറഞ്ഞാൽ അവനെ പള്ളിഭ്രഷ്ടനാക്കണം എന്ന് യഹൂദ നേതാക്കൾ പറഞ്ഞൊത്തിരുന്നു എന്ന് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ യഹൂദ മൂപ്പന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, ഈ ധനികനായ ശതാധിപന് വേണ്ടി പക്ഷവാതം കഴിക്കാൻ വന്നപ്പോൾ, അവർ അറിയാതെ സമ്മതിച്ച ഒരു കാര്യമുണ്ട്. അതിതാണ്, അസുഖം വന്ന് കിടക്കുന്ന ഈ ശതാധിപന്റെ അടിമയ്ക്ക് സൗഖ്യം കൊടുക്കാൻ യേശുവിന് കഴിയും എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ യേശുവിനോട് വന്ന് അവന് സൗഖ്യം കൊടുക്കണം, അത് നീ അവന് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ എന്നൊക്കെ പറഞ്ഞത്. ഇവരിത് പറഞ്ഞപ്പോൾ യേശു എന്തായിരിക്കും ചിന്തിച്ചത് എന്ന് ഞാൻ ഒരു നിമിഷം ഒന്ന് ഓർത്തുപോയി. അവർ വന്ന് പറയുന്നത്, ഈ ശതാധിപനുണ്ടല്ലോ, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ, അതായത് ഈ ശതാധിപൻ യോഗ്യൻ. എന്താണ് അവൻ്റെ യോഗ്യത? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. ഇവർ ഇതാരോടാണ് പറയുന്നത്? പ്രപഞ്ച സൃഷ്ടാവായ നമ്മുടെ കർത്താവിനോടാണ് അവർ വന്ന് പറയുന്നത്. എന്താണ് അവർ പറയുന്നത്? ആ ശതാധിപൻ വളരെ യോഗ്യനാണ്. കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു പള്ളിയും പണിയിച്ചു തന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ യേശുവിന് എന്തായിരിക്കും തോന്നിയത്? യേശു ആരാണ്? യേശു യഹൂദന്മാരെ സ്നേഹിച്ചോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? യേശു സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് യഹൂദന്മാരുടെ തന്നെ ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈകളിലെ ആടുകളും തന്നെ. 95-ാം സങ്കീർത്തനമാണ് ഞാൻ വായിച്ചത്. യഹൂദന്മാരെ എന്നല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു.
തന്റെ അടുക്കൽ വന്ന് യഹൂദന്മാർ പറയുകയാണ്, ശതാധിപൻ വളരെ യോഗ്യനാണ്, അവൻ നമ്മെ സ്നേഹിക്കുന്നു, നമുക്കൊരു പള്ളി പണിയിപ്പിച്ചു തന്നിരിക്കുന്നു. ഓർക്കുക, ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു, യാക്കോബിനെ തെരഞ്ഞെടുത്തു, ഇസഹാക്കിനെ തെരഞ്ഞെടുത്തു, അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അവരൊക്കെ മിടുക്കന്മാരായിരുന്നതുകൊണ്ടല്ല. ഇസഹാക്ക് ആദ്യജാതനല്ലായിരുന്നു, ഇസ്മായേലായിരുന്നു ആദ്യജാതൻ. പക്ഷേ ഇസഹാക്കിനെ തെരഞ്ഞെടുത്തു. യാക്കോബ് ആദ്യജാതനായിരുന്നില്ല, ഏശാവായിരുന്നു ആദ്യജാതൻ. എന്നാൽ യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്തു. യാക്കോബിനോട് ദൈവം അനർഹമായ കൃപയും ദയയും കാണിച്ചു. അങ്ങനെ യാക്കോബിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതാണ്. ആ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട് യഹൂദ മൂപ്പന്മാർ പറയുകയാണ്, ആ ശതാധിപനുണ്ടല്ലോ വളരെ യോഗ്യനാ, അവൻ നമ്മെ സ്നേഹിക്കുന്നു. യേശു ചിരിച്ചു കാണും. കാരണം യഹൂദന്മാരെ ഇത്രയധികം സ്നേഹിച്ച വേറൊരാളില്ല. ദൈവം അവരെ തിരഞ്ഞെടുത്തു. അവർക്ക് അർഹതയില്ലാത്തതൊക്കെ അവർക്ക് നൽകി. ഈ ശതാധിപൻ അവർക്കൊരു പള്ളി പണിത് കൊടുത്തു പോലും. ഈ യഹൂദ രാജ്യം നിലനിൽക്കുന്നത് തന്നെ ദൈവം അവരോട് വിശേഷമായ കൃപയും കരുണയും കാണിച്ചതുകൊണ്ടാണ്. ഒരു പള്ളി പണിതു എന്നതാണ് യഹൂദ നേതാക്കൾ ശതാധിപനെക്കുറിച്ച് പറയുന്ന യോഗ്യത. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒന്നും പറഞ്ഞില്ല. അവർ യഹൂദ നേതാക്കൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം യഹൂദ മൂപ്പന്മാർ വിശ്വസിച്ചു, യേശുവിന് സൗഖ്യം കൊടുക്കാൻ കഴിവുണ്ട്. ഒരുപക്ഷെ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ഈ ശതാധിപന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ശതാധിപൻ തൻ്റെ സ്നേഹിതന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ആ സ്നേഹിതന്മാർ കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. ആ നാട്ടിലെ സാമാന്യം ഭേദപ്പെട്ട ഒരു വീടായിരിക്കും ശതാധിപൻ്റേത്, കാരണം അയാൾ ധനികനാണ്. പക്ഷെ അയാൾ പറയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങയുടെ അടുത്തും വരാതിരുന്നത് എന്നാണ് ശതാധിപൻ പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിലാണ്, എനിക്കൊരാവശ്യമുണ്ട്. എൻ്റെ ദാസൻ രോഗിയായി കിടക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവൻ മരിപ്പാറായി, അവൻ്റെ ജീവൻ രക്ഷിക്കണം. അതുകൊണ്ട് ശതാധിപൻ എന്താണ് പറയുന്നത്? നീ എൻ്റെ വീട്ടിൽ വരണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ദാസന് സൗഖ്യം കിട്ടും. അത് ഈ ശതാധിപൻ വിവരിക്കുകയാണ്. 8-ാം വാക്യത്തിൽ താൻ പറയുന്നു, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ശതാധിപൻ 100 പടയാളികൾ അവൻ്റെ കീഴിലുണ്ട്. ആ 100 പടയാളികളിൽ ആരോടെങ്കിലും നീ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകും, നീ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും. അവനിപ്പോൾ യേശുവിനോട് പറയുകയാണ്, യേശു അങ്ങനെ അധികാരമുള്ള ഒരാളാണ്. ഞാൻ 100 പടയാളികൾക്ക് അധികാരിയാണെങ്കിൽ യേശു ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയാണ്. രോഗത്തോട് വരിക എന്ന് പറഞ്ഞാൽ വരും, പോവുക എന്ന് പറഞ്ഞാൽ പോകും. രോഗം, പ്രകൃതി ശക്തികൾ, ഈ ലോകത്തിലുള്ള ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുവാൻ അധികാരമുള്ള ആളാണ് യേശു. കർത്താവേ, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ദാസന് സൗഖ്യം കിട്ടും. അതിനെൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല, ഞാൻ ഈ ദാസനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യവുമില്ല. അങ്ങ് എവിടെയായിരുന്നാലും അവിടെ വച്ച് ഈ രോഗത്തോട് പോകുക എന്ന് പറഞ്ഞാൽ ആ രോഗം പോകും എന്നാണ് ഈ ശതാധിപൻ പറഞ്ഞത്. ശതാധിപന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് യേശു അവങ്കൽ ആശ്ചര്യപ്പെട്ടു. കർത്താവ് ആശ്ചര്യപ്പെട്ട അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒന്നാണിത്. ഇത് കേട്ടിട്ട് യേശു ആ വന്നവരോടല്ല ഒന്നും പറഞ്ഞത്. ശതാധിപന്റെ സ്നേഹിതനാണല്ലോ ഇത് വന്ന് പറഞ്ഞത്, അവരോടല്ല
യേശു സംസാരിച്ചത്. യേശു നേരെ തിരിഞ്ഞു. തൻ്റെ കൂടെ വരുന്ന ജനത്തോടാണ് പറയുന്നത്. എന്ന് വച്ചാൽ ഇതിനു മുമ്പ് താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടവർ, അവർ കേട്ടതാണ്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ വചനം അനുസരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്. എൻ്റെ വചനം കേട്ടിട്ട് അനുസരിക്കാത്തവർ, ഒന്നും ചെയ്യാത്തവർ, അവർ വിഡ്ഢികളാണ്. അവർ മണലിന്മേൽ വീട് പണിയുന്നവരാണ്. എന്നാൽ ഞാൻ പറയുന്നത് കേട്ട് അനുസരിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. അവർ പാറമേൽ വീട് പണിയുന്നവരാണ്. ഇതൊക്കെ പറഞ്ഞ് കേട്ട ജനത്തോട് യേശു പറയുകയാണ്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞ ചില അധ്യായങ്ങളിൽ യേശു ചെയ്ത അത്ഭുതങ്ങളും തൻ്റെ പഠിപ്പിക്കലുകളും കേട്ട ആളുകൾ, അത് കണ്ട ആളുകൾ, അവർ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കണം എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. അത് താൻ ദൈവപുത്രനാണെന്നും പാപത്തിന് പരിഹാരം വരുത്തുവാൻ തനിക്ക് കഴിവുണ്ടെന്നും പാപക്ഷമ കൊടുക്കുവാൻ അധികാരമുണ്ടെന്നും അവർ മനസ്സിലാക്കണമെന്നതാണ്. അത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കാം. എന്നാൽ തൻ്റെ പഠിപ്പിക്കലുകളെല്ലാം കേട്ടിട്ടും തന്നിൽ വിശ്വസിക്കുവാൻ വിമുഖത കാണിച്ച ആളുകൾ തൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കി യേശു പറയുകയാണ്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ശതാധിപൻ യേശുവിനെ ഒരിക്കലും കണ്ടിട്ടില്ല. യേശു തൻ്റെ ഭൗതിക ജീവിതത്തിൽ ഈ ശതാധിപനെയും കണ്ടിട്ടില്ല. എന്നാൽ യേശു ആശ്ചര്യപ്പെട്ട നിലയിലുള്ള വിശ്വാസം ഈ ശതാധിപനുണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്നവർ, തൻ്റെ പഠിപ്പിക്കലുകൾ കേട്ടവർ, തൻ്റെ അത്ഭുതം കണ്ടവർ, അവർക്കാർക്കും ഇല്ലാതിരുന്ന വിശ്വാസം യേശുവിനെക്കുറിച്ച് കേൾക്കുക മാത്രം ചെയ്ത ശതാധിപന് ഉണ്ടായിരുന്നു. അവങ്കിൽ യേശു ആശ്ചര്യപ്പെട്ടു. പ്രിയ സുഹൃത്തേ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ ആരും യേശുവിനെ കണ്ടിട്ടില്ല. അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ടില്ല. പഠിപ്പിക്കലുകൾ നേരിട്ട് കേട്ടിട്ടില്ല. പുതിയ നിയമം വായിച്ച് ഉള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ അത് മതി. അറിഞ്ഞ കാര്യം വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിച്ചാൽ നാം ബുദ്ധിമാന്മാരാണ്. യേശു അത് പറഞ്ഞു. മാത്രമല്ല, നാം അവനെ ദൈവവും കർത്താവുമായി അംഗീകരിച്ചാൽ, അവൻ അധികാരമുള്ളവനാണ് എന്ന് അംഗീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ വിശ്വാസത്തെയും അവൻ അഭിനന്ദിക്കും. യേശുവിനെ കാണാത്ത ശതാധിപന്റെ വിശ്വാസം യേശുവിനെ അതിശയിപ്പിച്ചു. യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത നമുക്കും ആ നിലയിലുള്ള വിശ്വാസം ഇന്ന് സാധ്യമാണ്. ആ നിലയിൽ അവനെ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്താൽ യേശു മുമ്പ് പറഞ്ഞതുപോലെ നാം ബുദ്ധിയുള്ളവരാണ്, അവൻ്റെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, പാറമേൽ അടിസ്ഥാനമുള്ള വീട് പണിയുന്നവരാണ്. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസൻ സൗഖ്യമായിരിക്കുന്നു എന്ന് അവർ കണ്ടു. യേശു ഒരിക്കലും കാണാതിരുന്ന ഒരു ശതാധിപൻ, യേശുവിനെ ഒരിക്കലും കാണാതിരുന്ന ഒരു ശതാധിപൻ, ആ ശതാധിപനാണ് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചത്. യേശുവിൻ്റെ ഏറ്റവും നല്ല വാക്കുകൾ കേൾക്കുവാൻ അവനാണ് ഇടയായത്. കാരണം അവൻ്റെ അറിവ് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവൻ തയ്യാറായി. യേശു ആരാണെന്നവന് മനസ്സിലായി. അതനുസരിച്ച് യേശുവിനെ അംഗീകരിക്കുവാൻ അവൻ തയ്യാറായി. പ്രിയ സുഹൃത്തേ, നിങ്ങൾ യേശുവിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതല്ല പ്രധാനം. യേശു പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ, അതാണ് പ്രധാനം. യേശു ഇന്നും ആ നിലയിൽ വിശ്വാസമുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു.